YouTube channel. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക്. Hi guys, welcome back to my channel. Say hi. Say hi. Hi. Say hi. Hi. Welcome back to Danny's YouTube channel. Danny is the channel. അടിപൊളി. Advocate Shreya PS. നമ്മളിന്ന് ഏതോ ഒരു ഡാം കാണാൻ പോവാ. നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നേ? ഡാം കാണാൻ. നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നേ? ഡാം കാണാൻ. നിങ്ങളും വരുന്നോ ഞങ്ങളുടെ കൂടെ? അപ്പൊ ഗൈസ് ഞാൻ ഓഫീസിൽ പോവാം. Welcome to Danny's YouTube channel. ഓക്കെ, അപ്പൊ നമ്മൾ പുറത്ത് പോവാണ് ഗൈസ്. ശ്രേയ ഓഫീസിൽ പോവാണ്. ചേട്ടൻ ശേഷി പിള്ളേർ ഞായറാഴ്ച വളയിൽ പോവാണ് ഗൈസ്. അപ്പം എല്ലാവരും ഞങ്ങളുടെ കൂടെ പോരെ. അപ്പൊ പോകുന്ന വഴിക്ക് കാണാം. Alan, where are you going? I'm going to Dam. This dam. Okay. This ഡാമിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പോവാൻ പോകുന്നത് ഗൈസ്. Alan, are you excited? Yes. Yes. അപ്പം ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ശ്രീനിവാസ സാഗര ഡാമിലേക്കാണ് കേട്ടോ. ഈ ഡാം നമ്മുടെ ചിಕ್ಕಬಳ್ಳಾಪುರ ഡിസ്ട്രിക്റ്റിലുള്ള നല്ല കതിരേനഹള്ളി എന്ന് പറയുന്ന പ്ലേസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് അറൗണ്ട് 75 to 80 കിലോമീറ്റേഴ്സ് അവയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ട്രിപ്പ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. നേച്ചർ ലവേഴ്സിനും ബൈക്കേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു പ്ലേസ്. പിന്നെ ഒരു ഈവനിങ് വാക്ക് എടുക്കാനോ പിക്നിക് ആയിട്ട് വരാനോ ഇല്ലെങ്കിൽ കയാക്കിംഗ് ട്രൈ ചെയ്യാനും ബോട്ടിംഗ് പോകാനോ ഒക്കെ ഇതൊരു നല്ല സ്പോട്ട് തന്നെയാണ് കേട്ടോ. ബാംഗ്ലൂരിൽ പിന്നെ എല്ലാ സീസണും നമുക്ക് ഒരേ ദിവസം കാണാൻ പറ്റുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഒന്നുമില്ല. പക്ഷേ ബേസിക്കലി മഴക്കാലത്ത് വരുമ്പോഴാണ് ഈ ഡാം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുക. ഇപ്പോൾ ഈ കാണുന്നത് നോർമൽ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണ്. നമ്മളിപ്പോൾ മൺസൂൺ സീസണിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലാർജ് വാട്ടർഫോൾസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഈ ഡാമിൻ്റെ താഴെ നിന്ന് നമുക്ക് വാട്ടർഫോൾസ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അച്ചു മാത്രമേ വെള്ളത്തിൽ ഇറങ്ങി നനഞ്ഞുള്ളൂ. ഞങ്ങൾ ആരും അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ആക്ച്വലി. കാരണം ഞങ്ങളൊരു ഹോളിഡേ ടൈമിലാണ് പോയത്. ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള ടിപ്സ് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശ്രീനിവാസ ഡാമും കണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് Nandi Hills പോവാം. നമ്മൾ നന്ദി ഹിൽസ് പോവാം. ഡാമിൽ നിന്ന് ഒരു ഉച്ചമുക്കാലായപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് നൗ വി ആർ ഹെഡിങ് ടുവേർഡ്സ് നന്ദി ഹിൽസ്. എവിടെ അച്ചു? Nandi Hills. ഞങ്ങൾ ഇങ്ങനെ വാക്കുവാണ് ഗൈസ്. ഇനി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് മണ്ടക്ക മുകളിലേക്ക് നടക്കും. ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. വെയിലത്തൊരു തണുത്ത കുളിർമയേകുന്ന എനിക്ക് വയ്യ. എന്ത് കാത്താന്നത്? കുളിർമയേകുന്ന കാറ്റാന്ന് നിന്റെ മമ്മിക്ക്. അപ്പൊ ഞാൻ വേറെ രണ്ടുപേരെ കാണിച്ചു തരാം.
ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി ഹിൽസ് മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണ് കേട്ടോ. ഈ നന്ദി ഹിൽസിൻ്റെ മുകളിൽ നന്ദേശ്വര ടെമ്പിൾ ഉണ്ട്. അവിടെ ഒരു വലിയ സ്റ്റാച്യു ഉണ്ട് നന്ദിയുടെ. അപ്പം ആ ഒരു സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രെക്കിംഗ് പോലെ നമ്മൾ പോകുന്നത് കേട്ടോ. എന്തോ ഫോട്ടോ എൻ്റെ കൊച്ചിനായിരുന്നു ഏറ്റവും കൂടുതൽ ആകാംക്ഷ. എന്നെ കഴിഞ്ഞ് വ്ളോഗ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അലൻകുട്ടനാണ് കേട്ടോ. അപ്പം ഇതേ ഞങ്ങൾ ആമേനെയും മീനിനെയും ഒക്കെ കണ്ടു. സാധാരണ എല്ലാവരും സൺറൈസും സൺസെറ്റും കാണാനാണ് നന്ദി ഹിൽസിൽ പോകാറ്. പക്ഷേ ഞങ്ങളൊരു 4-5 മണി സമയത്താണ് കേട്ടോ പോയത്. പക്ഷേ നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റും തന്നെയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, കോടയുണ്ടായിരുന്നു. സൺസെറ്റ് ഞങ്ങൾ ഓൾമോസ്റ്റ് കണ്ടു. പക്ഷേ ക്ലൗഡ്സ് ഉണ്ടായിരുന്ന കാരണം അത് നമുക്ക് മിസ്സായിപ്പോയി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നന്ദി ഹിൽസിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഒരു കോഫിയൊക്കെ കുടിച്ച് റിഫ്രഷായി തിരിച്ചു പോന്നു കേട്ടോ. ഈ നന്ദി ഹിൽസിൻ്റെ ടൈമിങ്സ് എന്ന് പറയുന്നത് 6 AM to 6 PM ആണ്. 6 AM to 6:30 AM ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഹിൽ ടോപ്പ് എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ ടിപ്പുവിൻ്റെ സമ്മർ റെസിഡൻസ്, ടിപ്പൂസ് ഡ്രോപ്പ്, പിന്നെ യോഗ നന്ദേശ്വര ടെമ്പിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു സ്പോട്ടും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഭോഗ നന്ദേശ്വര ടെമ്പിൾ കാണാൻ വേണ്ടി പറ്റും. എന്ത് സുഖമാണി കാറ്റ് കാറ്റ്, എന്ത് രസമാണി സന്ധ്യ. എന്തു രസമാണി നല്ല വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഈ നന്ദി ഹിൽസ്. ഞങ്ങൾ അതിൻ്റെ ഹിൽ ടോപ്പിൽ കയറി നിന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തൊരു കോഫിയൊക്കെ കുടിച്ചു. ഈ പ്ലേസ് ഒരു മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. Where is it asking for water? What? See that cloud there? That teddy bear is asking for water. എവിടെ വാട്ടർ എവിടെ? A cloud is fully store of water. അതുകൊണ്ടാ black. പക്ഷേ teddy bear thirsty ആ. പിന്നെ ഇങ്ങനെ കൈ വെക്കുന്നു. എവിടെ കൈ? Cheese. ഇങ്ങനെ cheese. ഇവിടെ കം. അയ്യോ. ഫോട്ടോ എടുക്കാം ബാ. നിങ്ങളും ഇതേപോലെ ട്രെക്കിംഗ് പോകാനും ഡാം കാണാൻ പോകാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ 2-3 ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് വേണ്ടിയത്ര വെള്ളം നമ്മൾ ക്യാരി ചെയ്യുക, പിന്നെ സ്നാക്സും നമ്മൾ ക്യാരി ചെയ്യുക. പിന്നെ സമ്മർ സീസണിലാണ് പോകണമെങ്കിൽ നമ്മൾ കുട ക്യാരി ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ കരിവാളിച്ച് നമ്മൾ തിരിച്ച് വരേണ്ടി വരും. അതാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംഭവിച്ചത്. എന്നെ കണ്ടു ഓൾറെഡി. ഡാമിലെ വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളവർ എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സും ടവലും ഒക്കെ കരുതുന്നത് അത്യാവശ്യമായിരിക്കും. പിന്നെ കുട ക്യാരി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ക്യാപ്പ് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഡാമിലും നന്ദി ഹിൽസിലും ഒക്കെ പാർക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ. നന്ദി ഹിൽസിൻ്റെ അവിടെ റിസോർട്ട്സും മറ്റേ കോട്ടേജസും അവൈലബിൾ ആണേ. അപ്പോൾ നമ്മൾ നന്ദി ഹിൽസ് പോയിട്ട് വന്നു. We enjoyed it all. I hope you enjoyed it too. ഹാപ്പി ആയോ? ഖുഷിയോ ഖുഷി സന്തോഷം. പിന്നെ മലയാളത്തില് സന്തോഷം. ഫസ്റ്റ് നമ്മൾ ശ്രീനിവാസ ഡാം പോയി. പിന്നെ നമ്മള്
വിട്ടയച്ചു. അത് നിങ്ങൾ കണ്ടില്ല. പിന്നെ നമ്മള് നന്ദി ഹിൽസ് വന്നിട്ട് കൃഷി റിലാക്സ് ആയി, കോഫി കുടിച്ചു, ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു. പിന്നെ കൊറേ നടന്നു, കൊറേ നേരം കിടന്നു, റോക്സിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇറങ്ങി. ഇവിടെ വന്നു. മങ്കീസിനെ കണ്ടില്ലേ? ഒത്തിരി മങ്കീസിനെ കണ്ടു, ടർട്ടിൽ കണ്ടോ? ടേർട്ടിൽ കണ്ടു, ഫിഷ് പോണ്ട് കണ്ടോ? ഫിഷ് പോണ്ട് കണ്ടു, ടിപ്പു സുൽത്താന്റെ കോട്ട കണ്ടു. ഗണ്ണ് ഷൂട്ട് ചെയ്യുന്ന ടിപ്പു സുൽത്താൻ ഒരു എനിമീസ് വരുമ്പോ ഗണ്ണ് ഷൂട്ട് ചെയ്യുന്ന ഹോൾ ഞാൻ പഠിച്ചു. വെരി ഗുഡ്. അച്ഛൻ പറ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെന്റ്, റിംഗ് ബെൽ. Then see you on our next video. Bye. അവനെ കാണിക്കാം. Bye guys. Bye പറ. ബൈ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.